ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നിങ്ങൾ നല്ലവണ്ണം ഉടമ്പടി ചെയ്ത് ആയാലും ശരി, പിന്നെയും കുറേ വേസ്റ്റേജ് ഉണ്ടാകും അനുഭവങ്ങളിൽ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡോക്ടറിൻ്റെ സാക്ഷ്യം ഉണ്ടായി. ഡോക്ടർ അള്ളിൻ്റെ സാക്ഷ്യത്തിൽ അവർ വളരെ ഇൻ്റലിജൻ്റ് എലഗൻ്റായിട്ടുള്ള ലേഡിയാണ്. പക്ഷെ എന്നിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ഈ ചില മലയാളം +2 IELTS എഴുതി ഒറ്റ സ്ട്രെച്ചിന് പാസ്സാകണത്. മലയാളം ആണവർ, മലയാളം മീഡിയമാണ്. പക്ഷേ അവർ പറയും അപ്പായി മരിച്ചു, എൻ്റെ അനിയനാണ് എനിക്ക് വീട്ടിലുള്ളത്, അമ്മയുടെ ചെറിയ വരുമാനം കൊണ്ട് ഞങ്ങൾ ജീവിക്കണത്, അപ്പോൾ എന്നെ നീ കരകയറ്റി വിട്ടില്ലെങ്കിൽ കുടുംബം മുങ്ങിപ്പോകും എന്ന് മാതാവിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പ്രേരണ സത്യത്തിൻ്റെ ഘടനകൾ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാകണം നല്ലതാണ്. കാര്യം ഈ ഉടമ്പടി ഒരു വിഷയം നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യും. ഇത് ബൈബിളിൻ്റെ മുഴുവൻ കോൺസെപ്റ്റിൽ ഈ നോട്ട് ബൈ മെറിറ്റ് ഉണ്ട്. ഉടമ്പടി മാത്രമല്ല. നോട്ട് ബൈ മെറിറ്റ് എന്ന് എന്താണ്? നിൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട്. അപ്പോൾ നമ്മുടെ യോഗ്യത ഇല്ലെങ്കിലും ഉടമ്പടി പെർഫെക്റ്റ് ആണെങ്കിൽ ദൈവം ആ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഈ മലയാളം മീഡിയംകാർ +2 IELTS എഴുതുമ്പോൾ ഒറ്റ സമയത്ത് തന്നെ പാസ്സായി വരും. അത് കർത്താവിൻ്റെ ശക്തിയാലാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ സൈന്യത്താലും ശക്തിയാലും അല്ലാതെ കർത്താവിൻ്റെ കൃപയിൽ വർക്ക് ചെയ്യുന്ന കുറേ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ഉടമ്പടിയുടെ ഒരു തനത് ഫോർമുലയാണത്. പക്ഷെ ഞാൻ പറയണത് അതല്ല. നിങ്ങളതെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ, ഇപ്പോൾ ഈ ഡോക്ടർ അഡ്ലിന് എന്താ സംഭവിച്ചത്? അവർ MBBS ഡോക്ടറാണ്. ഇനിയിപ്പോൾ ഒരു MDക്കോ മറ്റെന്തിനോ എൻട്രൻസിന് വേണ്ടി വിദേശത്ത് പോയി പഠിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിനാണ്. അതിനു വേണ്ടി അവരെന്താ ചെയ്യണത്? അതിന് 3 ടെസ്റ്റാണ് ഉള്ളത്. ഒരു ടെസ്റ്റ് IELTSൻ്റെ ടെസ്റ്റാണ്. അത് 2 പ്രാവശ്യം എഴുതിയിട്ട് അവർക്ക് കിട്ടിയില്ല. ഓക്കെ, വ്യത്യാസം കണ്ട? +2 മലയാളം മീഡിയം IELTS എഴുതി പെട്ടെന്ന് കയറി പോകുന്നു. ഒരു MBBS ഡോക്ടർ എഴുതിയിട്ട് അത് കിട്ടണില്ല, 2ാമത്തെ പ്രാവശ്യം കിട്ടിയില്ല. ഉടമ്പടി എടുത്തിട്ട് പോലും അവർക്കത് കിട്ടിയില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പസിലായിട്ട് വരും. ഒരു കൊട്ടത്തേങ്ങ പോലെ ഇത് വെട്ടാനും പറ്റത്തില്ല, തുറക്കാനും പറ്റാത്ത അവസ്ഥ. വാട്ട് ഹാപ്പൻ ടു മീ? അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം ചോദ്യം ചെയ്യപ്പെടാം. ആത്മവിശ്വാസം ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ഒരു ദൈവശാസ്ത്രം അനുസരിച്ച് ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടത് ആത്മവിശ്വാസം തന്നെയാണ്. കാര്യം ഈ ആത്മവിശ്വാസത്തിനൊരു കുഴപ്പമുണ്ട്. ആത്മവിശ്വാസം അതിൻ്റെ 1 ഡിഗ്രി കൂടിക്കഴിഞ്ഞാൽ അത് അഹന്തയായിട്ട് ഡെവലപ്പ് ചെയ്യും. അതാണ് ആത്മവിശ്വാസത്തിൻ്റെ കുഴപ്പം. ആത്മവിശ്വാസം ഒരു മാനുഷികമായ ഗുണമാണ്, പക്ഷേ അതൊരു പോസിറ്റീവ് ഗുണമാണ് ആത്മവിശ്വാസം. പക്ഷേ സ്പിരിച്വൽ മേഖലയിൽ ചിന്ത വരുമ്പോൾ, സ്പിരിറ്റ് വർക്ക് ചെയ്യുന്ന ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഈ ആത്മവിശ്വാസം അതായത് കൂടിയ ആത്മവിശ്വാസമുള്ളവർ, കൂടിയ ആത്മവിശ്വാസത്തെക്കാൾ ശരിക്കും അവർക്കുള്ളത് അഹങ്കാരമാണ്. അവർ തന്നെ അറിയത്തില്ല അത് ആത്മവിശ്വാസമാണെന്ന് അവർ പറയണതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ബേസിക്കായിട്ട് അവർക്കുള്ളത് അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് പറയുന്ന സംഭവം അഹം ക്യാരി ചെയ്യുന്നതാണ്. അത് എന്തെങ്കിലും ഭൗതികമായ ഒരു
എബിലിറ്റിയുടെ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ആന്തരികമായ ഭാവമാണ്. ഇവിടെ നോ എൻട്രിയാണ് ദൈവത്തിന്. ഉടമ്പടി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, കേവല മനുഷ്യനെ ഉടമ്പടി എടുത്ത് വിജയിപ്പിക്കാൻ പാടാണ്. അതിൻ്റെ ഉടമ്പടി പ്രവർത്തിക്കേണ്ട കാലാവസ്ഥ നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കണം. ഈ ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം ചിലപ്പോൾ നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് നൽകും. ഈ ഓവർ കോൺഫിഡൻസ് പലപ്പോഴും വർക്ക് ചെയ്യണത് സ്പിരിച്വൽ ഓവർ കോൺഫിഡൻസ് നിങ്ങളുടെ ഇടയിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ സ്പിരിച്വൽ ലാംഗ്വേജിൽ ഓവർ കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞാൽ പ്രൈഡിൻ്റെ ഭാഗമായിട്ട് വരും. പ്രൈഡ് വന്നാൽ പിന്നെ വരേണ്ടത്, പ്രൈഡിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. ഉടമ്പടി പ്രൈഡിൽ, അഹങ്കാരത്തിൽ ഉടമ്പടി, ഓവർ കോൺഫിഡൻസിൽ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ദൈവം ആദ്യം ചെയ്യണത് നിങ്ങളെ കാഷ്വാലിറ്റി കയറ്റിയിട്ട് നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് ടോർപ്പഡോ ചെയ്യാൻ നോക്കൂ. അതിപ്പോൾ ഈ ആൾഡലിൻ്റെ സാക്ഷ്യം മാത്രമല്ല, പല സാക്ഷ്യങ്ങളിൽ നിന്നൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഓവർ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു കുഴപ്പം, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ക്വാളിറ്റേറ്റീവ്ലി ലോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഗുണപരമായിട്ട് നിലവാരം കുറഞ്ഞ ഒരു നിക്ഷേപമാണ് ശരിക്കും നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസുകാർക്ക് ഇതിൻ്റെ അകത്ത് വരണത് ഉടമ്പടി വരണത്. എന്താ കാര്യം? ഇതിപ്പോൾ ഉടമ്പടി എടുത്ത് എല്ലാവരും എടുക്കണമല്ലോ, എൻ്റെ കൂട്ടുകാരൊക്കെ ഉടമ്പടി എടുത്ത്, അതുകൊണ്ട് ഞാൻ എടുക്കണേ. ഉടമ്പടി എടുത്തില്ലെങ്കിലും എനിക്കറിയാം ഇത് റാങ്ക് ലിസ്റ്റിൽ കയറിപ്പോവും, ഞാൻ പാസ്സാവും, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടുമെന്ന് എനിക്കറിയാം. ഇതാണ് ഓവർ കോൺഫിഡൻസ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓവർ കോൺഫിഡൻസുകാർക്ക് അവർ ഡേഞ്ചറസ് സോണിലാണ്. എന്താ കാര്യം? ദൈവം അത് വർക്കൗട്ട് ചെയ്യത്തില്ല. അവർ ഓവർ കോൺഫിഡൻസ് അഹങ്കാരമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കണ കാരണം അവിടെ ആത്മാവ് പ്രവർത്തിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ദൈവം എന്തുമാത്രം വർഷങ്ങൾ കാത്തിരുന്നറിയാവോ ഈ ആളെ ഒന്ന് ജനിപ്പിച്ചെടുക്കാൻ. ജൂഡിത്തിനെ എസ്തേറിനെ പോലെയൊക്കെ നല്ല തലക്കനമുള്ള പെണ്ണുങ്ങൾ ഇസ്രയേലിലുണ്ടായിരുന്നു. ഇസ്രയേലിലെ പെണ്ണുങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ ഇസ്രയേലിൽ ചെല്ലുമ്പോൾ 9ാം ക്ലാസ്സുകാരത്തി 6ാം ക്ലാസ്സുകാരത്തിയാണ് AK-47 കൊണ്ട് നടക്കുന്നത്. എല്ലാം ട്രെയിൻഡാണ്. അവർക്കൊരു പ്രത്യേക സ്റ്റാമിന ഉള്ള പെൺപിള്ളേരാണ്. പക്ഷേ അത് അത്തരം ടൈപ്പാണ് ജൂഡിറ്റ്, എസ്തേർ, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചരിത്രം മുഴുവൻ നോക്കുമ്പോൾ റൂത്തിൻ്റെ കാലം വരെ നോക്കുമ്പോൾ എല്ലാം ഭയങ്കര ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആൾക്കാരാണ്. ഈ റൂത്തിനെ പോലെയുള്ള നല്ല കരളുറപ്പുള്ളൊരു പെണ്ണല്ലെങ്കിൽ രാത്രി പോയി ബോവാസിൻ്റെ അടുത്ത് പോയി കിടക്കുക. അപ്പോൾ അവർ നല്ല അവർ ചെയ്യണ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ഇച്ഛാശക്തിയും ദിശാബോധമുള്ള ആൾക്കാരാണ്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളെ ഒരു രക്ഷാകര നടപടിക്രമത്തിൻ്റെ കെയർ ടേക്കറായിട്ട് നിർത്താനേ പറ്റത്തുള്ളൂ. അതിൻ്റെ യഥാർത്ഥ ആളായിട്ട് ഏജൻ്റായിട്ട് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് റൂത്തും താമറും ഒക്കെ രക്ഷാകര സംഭവത്തിലെ കെയർ ടേക്കേഴ്സാണ്. അവർ ശ്രേണിയിലുണ്ട്, ഇല്ലെന്നൊന്നും പറയണില്ല, ഉണ്ടവർ. പക്ഷെ അവർ ലൈം ലൈറ്റിലില്ല. അവർ ഇങ്ങനെ ഗ്രീൻ റൂമിൽ നിൽക്കണ കാണാം. താമരൊക്കെ ഗ്രീൻ റൂമിലുണ്ട്. രക്ഷാകര ചരിത്രം വായിക്കുമ്പോൾ താമര അതിൻ്റെ അകത്തുണ്ട്. താമര വിജാതി സ്ത്രീയാണ്, മോവാബുകാരത്തിയാണ്. അപ്പോൾ അതേസമയം തന്നെ അതേസമയം റൂത്തുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ സ്റ്റേജിൽ മറിയം മാത്രമേ ഉള്ളൂ. അതെന്താ കാര്യം? അവിടുന്ന് തന്നെ ദാസിയുടെ വിനീത അവസ്ഥ. മറ്റതൊക്കെ വിനീതപ്പെട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. റൂത്തും താമരൊക്കെ വിനയപ്പെട്ട് വരാനേ. താമറിൻ്റെയൊക്കെ കാര്യം ഭയങ്കര വിറ്റാണ്. താമര പറയും, ഞാൻ ഗർഭിണിയായിരിക്കണത്, എൻ്റെ കയ്യിൽ റിങ് ഉണ്ട്, ഇതിൻ്റെ ഉടമസ്ഥനാണ് എൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയും. അതാരാണ്? അത് ജൂദയാണ്. ജൂദാക്കിട്ട് പണി കൊടുക്കണേ. ജൂദയുടെ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ലെന്ന് പറയും. അപ്പോൾ അവർക്ക് അങ്ങനെ ചങ്കുറപ്പുള്ളവരൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ അവർ രക്ഷാകര നടപടിക്രമത്തിലുണ്ട്. അവർ ഗ്രീൻ റൂമിലാണ്. അവരെ വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ ഡയറക്റ്റ് പ്രസവിക്കാനൊന്നും പറ്റത്തില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ ദാവീദിനെ പ്രസവിച്ചത് റൂത്ത് അല്ലെങ്കിൽ പോലും റൂത്ത് ദാവീദിൻ്റെ അമ്മുമ്മയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ദാവീദിൻ്റെ പോലെ അമ്മുമ്മയാകാൻ റൂത്തിന് പറ്റണുള്ളൂ. റൂത്തിൻ്റെ അത് വലിയ മിസ്റ്റേക്ക് ഇല്ലാത്തൊരു ലേഡിയാണ്. അപ്പോൾ നമുക്കറിയാം മാതാവിന് എന്തുമാത്രം വ്യത്യാസം, എന്തുമാത്രം ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ മറിയത്തിലേക്ക് ദൈവം വരണതെന്നറിയാം.
മറിയത്തിനോട് പറയുമ്പോൾ തന്നെ മറിയത്തിൻ്റെ ആദ്യത്തെ വാക്ക് തന്നെ ബിഹോൾഡ് എന്നാ പറയുന്നത്. ബിഹോൾഡ് എന്താണ്? ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. എന്ത് രസമാണ് കേൾക്കാൻ, എന്തൊരു വല്ലാത്ത പറച്ചിലാണ്. എന്താണ്? നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം വെളിപ്പെടുത്തി കഴിയുമ്പോൾ അമ്മ പറയുന്ന വാക്ക് എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പം ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതും ദാസ്യതയും എന്നുള്ളതും രണ്ടും ഒരു സംഭവമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി തിരിച്ചിട്ടാലും ഈ പൂച്ച എറിയണ പോലെയുള്ള പരിപാടിയാണ്. എങ്ങനെ എറിഞ്ഞാലും 4 കാലേ വന്ന് വീഴും ഈ ഉടമ്പടി. ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവിനെ വ്യക്തികളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഒരു നിമിത്തമായിട്ട് മാർഗമായിട്ടാണ് ബാക്കിയുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും അതിൻ്റെ ഒരു പ്രെയർ ഫോമിലേക്കൊക്കെ വെക്കണത്. നിങ്ങളതിൻ്റെ കഥ അറിയാതെ ആട്ടം കാണരുത്. ഇത് ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ് എൻ്റെ മെയിൻ സംഭവം. അപ്പം പക്ഷെ ആദ്യമേ അത് ലക്ഷ്യം വെച്ചാൽ നിങ്ങൾക്ക് വേസ്റ്റേജ് കുറഞ്ഞിരിക്കും. ഈ വേസ്റ്റ് നമ്മൾ ഉണ്ടാക്കണതാണേ, ഉടമ്പടി വേസ്റ്റ്. ഇപ്പം ഡോക്ടർ കണ്ടില്ലേ, അവർ MBBS ആണെങ്കിലും അവരാദ്യം MBBS ഡോക്ടർ ആദ്യം IELTS എഴുതി അവർ പറയണ 1/2 മാർക്കിനാണ് തോറ്റുപോയെന്ന്. 1/2 മാർക്കിന് തോറ്റാലും 50 മാർക്ക് തോറ്റാലും തോൽവി എന്നാണ് പറയണത്. അതാണ് സംഭവം. അവർ പറഞ്ഞ 1/2 മാർക്കിനാണ് ഞാൻ തോറ്റുപോയത്, അതാണ് സങ്കടം. 1/2 മാർക്ക് തോറ്റാലും 5 മാർക്ക് തോറ്റാലും തോറ്റതാണ് സംഭവം. അപ്പം പിന്നെ ഇവരിവിടെ വാള് വെച്ച് കീഴടങ്ങണുണ്ട്, വാളും പരിചയം വെച്ച് കീഴടങ്ങും. എന്താണ്? ഇനി IELTSമായിട്ട് ഞാനില്ല മുന്നോട്ടെന്ന്. അപ്പോൾ ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദൈവം ബലഹീനരെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ടേ. അതിനെ താഴെയുള്ള ആൾക്കാരൊക്കെ IELTS പുഷ്പം പോലെ ജയിച്ചു പോകണ്ടേ. അപ്പോൾ അവിടെ എന്താണ് കുഴപ്പം? ഡോക്ടറിന് മെറിറ്റില്ലേ? ഡോക്ടറല്ലേ, അവർക്ക് MBBS എഴുതാമെങ്കിൽ ഒരു 100 IELTS എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് മെറിറ്റുണ്ട്. ഈ മെറിറ്റ് ഇവർക്ക് ആവശ്യമില്ലാത്തൊരു ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ട്. ഇനി ദൈവത്തിന് മുമ്പിലുള്ള പരിപാടി എന്താണ്? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ IELTS പാസ്സായതുകൊണ്ടോ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ വസ്തു വിറ്റത് കൊണ്ടോ കല്യാണം നടത്തിയതുകൊണ്ടോ ഈ കച്ചവടത്തിൽ ദൈവത്തിന് ലാഭമൊന്നുമില്ല. അത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് മാത്രമേ എന്തെങ്കിലും ലാഭമുള്ളൂ, മെച്ചമുള്ളൂ. അപ്പോൾ ബുദ്ധിയുള്ള നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കണം ആദ്യം. അത് ആദ്യമേ ഫിക്സ് ചെയ്താൽ പ്രശ്നം തീർന്ന് ഈ കച്ചവടത്തിൽ. പറഞ്ഞ അച്ഛൻ മനസ്സിലായില്ലേ? ഇതിന് ദൈവത്തിന് ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് ഇതുകൊണ്ട് ദൈവത്തിന് എന്താണ് ലാഭം? ദൈവം ലാഭമില്ലാത്ത ഒരു പരിപാടിക്കും ഉണ്ടാകത്തില്ല. അതെപ്പോഴും ഓർത്തേക്കണം. ക്രിസ്തുവിനെ വരെ നമുക്ക് തരുന്നതിൻ്റെ പിന്നിൽ നമ്മളെ വിലക്ക് വാങ്ങുന്നതിന് വേണ്ടി തന്നിരിക്കുന്നതാണ് ക്രിസ്തുവിനെ. അത്രയും ഭയങ്കര എക്സ്പെൻഡിച്ചർ മുടക്കിയിരിക്കുന്നതാണ്. തൻ്റെ ഏകജാതിനെ നൽകാൻ തക്ക വിധം ദൈവം തൻ്റെ സ്നേഹത്താൽ അത്രമാത്രം സ്നേഹിച്ചിട്ട് ദൈവത്തിന് ഈ വിഷയത്തിൽ ക്രിസ്തു എന്തെല്ലാം അതിന് നഷ്ടപ്പെടുത്തിയാലും, ക്രിസ്തുവിനെ വരെ നഷ്ടപ്പെടുത്തിയാലും ശരി, എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടരുതെന്നുള്ള വലിയൊരു മനസ്സിൽ നിന്നാണ് ഇതെല്ലാം രൂപപ്പെട്ട് വരണത്. പക്ഷെ അത് ദൈവത്തിൻ്റെ ആ മനസ്സ് ബോധപൂർവ്വം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഈ കച്ചവടത്തിൽ ഈ വിനിമയം, നമുക്ക് കച്ചവടം മോശമാക്കുകയാണെങ്കിൽ ഞാൻ ഉപേക്ഷിച്ച് ഈ ഒരു വിനിമയം, ഒരു കവനൻ്റെ ഒരു വിനിമയമാണ്. ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആകുമ്പോൾ ഒരു വിനിമയമുണ്ട് അതിൻ്റെ അകത്ത്. ഈ വിനിമയത്തിൽ ദൈവത്തിന് എന്താണ് മെച്ചം, ദൈവത്തിന് എന്നാ അതിൻ്റെ അകത്ത് കിട്ടണത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അല്ല നിങ്ങളെന്താ ചെയ്യണത്? നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് ഈ വേസ്റ്റേജ് കൂടുന്നത്. അതിൻ്റെ കാരണം ആദ്യം ദൈവത്തിന് എന്ത് കിട്ടും, ദൈവം എന്താണ് ചെയ്യണത്, ദൈവം ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സ്വപ്നം എന്താണ്? നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെട്ടു വരണം. അതാ പ്രശ്നം. റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. കർത്താവിനെ സ്വീകരിച്ചു കൊണ്ട് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം. ദൈവത്തിൻ്റെ വിനിമയത്തിൽ ആത്യന്തികമായ ദൈവത്തിൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പൗരസപ്പോസം പറഞ്ഞ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന വരെ കുറേ വേസ്റ്റേജുകളുണ്ടാവും.
Take the word of God. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഫിലിപ്പി 3:7-8. ഫിലിപ്പി 3:8. അതെ. ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അപ്പം ചില കാര്യങ്ങൾ വേസ്റ്റ് ഉണ്ടാകും, അത് ക്രിസ്തുവിനെ പ്രതിയാണ് വേസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞ അയ്യോ വേസ്റ്റ് ആയപ്പോലെ ഇനി എന്ത് ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വേസ്റ്റുകൾ, ഇത്രയും നാൾ നിങ്ങളുടെ പരിശ്രമങ്ങളില്ലേ, നിങ്ങൾ എന്തുമാത്രം ടെസ്റ്റ് എഴുതി, എന്തുമാത്രം ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത്, എത്ര ചെറുക്കന്മാർ വന്ന് നിങ്ങളെ കണ്ടു, എന്തുമാത്രം കാപ്പിയും ബിരിയാണിയും മിക്സറൊക്കെ അവന്മാർ കഴിച്ചിട്ട് പോയി, എന്നിട്ട് ഒരു കല്യാണം ഒത്തില്ലല്ലോ. എന്തുമാത്രം വേസ്റ്റേജാണ് വരണത് ജീവിതത്തിൽ. ഞാൻ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കണത്, നിങ്ങളോർക്കും വേറെ കാര്യമാണ്. ഞാൻ ജീവിതത്തെക്കുറിച്ച് തന്നെ സംസാരിക്കണത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നഷ്ടപ്പെടുത്തിയ കുറേ വേസ്റ്റുകളുണ്ട്. ഈ വേസ്റ്റുകൾ നമുക്ക് തന്നിരിക്കുന്ന വികാരം എന്താണ്? നിരാശ, പരാജയബോധം, കുറേ സാധനമില്ലേ നമ്മുടെ വേസ്റ്റ്. നിങ്ങൾ ഞാൻ കൽക്കട്ടായി വരെ പോയി ആ വിസ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തതാണ്, അത് കിട്ടിയില്ലെന്ന് പറയും. കാശും പോയി, വിസയും കിട്ടിയില്ല, സമയവും പോയി, വേസ്റ്റായില്ലേ. അപ്പം ചില പറയും ഞാൻ മദ്രാസ് വരെ പോയി ആ പരീക്ഷ എഴുതിയതാണ്. എനിക്കന്ന് പനിയായിരുന്നു, എനിക്കന്ന് പീരീഡ്സ് ആയിരുന്നു, ഭയങ്കര കഷ്ടപ്പാട്. ഞാൻ പറഞ്ഞാണ് മമ്മിയോട് പോണില്ല, മമ്മിയാണ് എന്നെ ഉന്തി വിട്ടത്. എന്നിട്ട് അതും കിട്ടിയില്ല, ഞാൻ അകപ്പെട്ടു പോയി. അപ്പം നമുക്ക് ഒത്തിരിയേറെ സങ്കടങ്ങൾ. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു പ്രയോജനമില്ല, വെറുതെ അലയാവുന്നില്ല, ഒരു കാര്യമില്ലല്ല. ഇതാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായ വേസ്റ്റ്. ഈ വേസ്റ്റ് കൊണ്ട് എങ്ങനെ വിളക്ക് കത്തിക്കാമെന്ന് നോക്കണം. ഈ വേസ്റ്റ് എടുത്തിട്ട് എന്താ ചെയ്യണത്? ബൈബിൾ പറയണത് ഈ വേസ്റ്റ് എല്ലാം നീ ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക്, പിതാവായ ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യണം. അതാണ് വിഷയം. നീ അത് വെച്ച് നിരാശയായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കരുത്. ഉടമ്പടി സൂപ്പർ പദ്ധതിയാണ്. ഈ സംഭവം മുഴുവനും നിനക്ക് നഷ്ടപ്പെട്ട നഷ്ടങ്ങളെല്ലാം എഴുതിയിട്ടിട്ട് പിതാവിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഞാൻ വിശ്വാസത്തോടെ പ്രത്യാശയോടെ സ്വീകരിക്കുന്നു. ഞാൻ സഹിച്ച സഹനങ്ങൾ, നഷ്ടങ്ങൾ, അതുപോലെ തന്നെ കോട്ടങ്ങൾ, എൻ്റെ ജീവിതത്തിലെ ഉച്ഛിഷ്ടങ്ങൾ, ഇതെല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി, നിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, അപ്പാ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള പരാജയങ്ങള്, ഒരു ആവശ്യമില്ലാത്ത പരാജയങ്ങള്, മറ്റുള്ളവരുടെ ഉപദേശത്താൽ അടിച്ചേൽപ്പിക്കപ്പെട്ട പദ്ധതി കൊണ്ട് ഞാൻ തന്നെ ഒരു തോൽവിയായി മാറിയ മുഹൂർത്തങ്ങളെ, അപ്പാ ഇത്തരം ജീവിത ഉച്ഛിഷ്ടങ്ങളെ നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി, നിന്റെ പുത്രനെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ നിന്നെ നിനക്ക് സമർപ്പിക്കുന്നു. ഈ വേദനകളെ സ്വീകരിച്ചുകൊണ്ട് നീ എന്നിൽ അപ്പാ ക്രിസ്തുവിനെ രൂപപ്പെടുത്തണമേ. ഈ വേദനകളെ, വേസ്റ്റുകളെ സ്വീകരിച്ചുകൊണ്ട് നീ എന്നിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തണമേ. അതായത് ഒരു കൺഫ്യൂഷൻ എപ്പോഴും ബൈബിള് സൂക്ഷിക്കുന്നത് ക്രിസ്തു എവിടുന്ന് വരുമെന്ന് അറിയത്തില്ലെന്ന്. ബൈബിൾ പറയുന്ന ഒരു സംഭവമാണ്, സത്യമായ ഒരു ആധ്യാത്മിക അനുഭവമാണ്. ക്രിസ്തു എവിടുന്ന് നമ്മുടെ ജീവിതത്തിലൂടെ എവിടുന്നാണ് വരണമെന്ന് അറിയാൻ പറ്റത്തില്ലെന്ന്. ആരിലൂടെയാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരണമെന്ന് അറിയത്തില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് യോഹന്നാൻ 7:27. എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. അതാണ് അങ്ങനെ ഒരു ക്രിസ്തുവിൻ്റെ വരവിന് അങ്ങനെ ഒരു ഫിനോമിനുണ്ട്. അതായത് എവിടുന്നാണ് വരിക, ആരിലൂടെയാണ് വരിക എന്നറിയത്തില്ലെന്ന്. കർത്താവ് എന്നിട്ട് പറയും, അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും മനുഷ്യപുത്രൻ വരിക എന്ന് പറയും.
Take the word of God. മത്തായി 24:44. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. That is പറഞ്ഞേ, അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. അപ്പൊ ഇത് ക്രിസ്തു എവിടുന്ന് വരുന്നു, ആരിലൂടെ വരുന്നു, എപ്പോൾ വരുന്നു എന്നുള്ളത് വി ഡോണ്ട് നോ. അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തു ആരിലൂടെയും വരാം, ക്രിസ്തു എപ്പോഴും വരാം. അതാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞേ ക്രിസ്തു ആരിലൂടെയും വരാം, എവിടെ നിന്നും വരാം, ഏത് സമയത്തും വരാം. അപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ഈ അനുഭവങ്ങളില്ലേ, നമ്മുടെ പാസീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇല്ലേ, അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ഓർക്കും വളരെ നല്ല, ഇവിടെ ഈ സാക്ഷ്യം പറയണതെല്ലാം പോസിറ്റീവായിട്ടുള്ള ഗ്രീൻ ചാനലിലൂടെ ക്രിസ്തു വന്നതിൻ്റെതാണ് ഇല്ലേ. ഇത് ഭൗതിക നേട്ടങ്ങളെല്ലാം അങ്ങനെയാണ്. പക്ഷേ ആധ്യാത്മിക നേട്ടങ്ങളെ കൃപ സ്വീകരിക്കുന്നതെല്ലാം നെഗറ്റീവ് ചാനലിലൂടെയാണ് ക്രിസ്തു വരണത് പലപ്പോഴും. അത് എങ്ങനെ മനസ്സിലാക്കണത്? നെഗറ്റീവ് ചാനൽ. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ അപ്പന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ പട്ടക്കാരനാക്കണത്. പക്ഷേ ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ 3 മാസം മുമ്പ് അപ്പം പോയി, യാത്രയായി, തീർന്നു. പിന്നെ എന്നെ കൊണ്ടുപോകാനും ആരുമില്ല. ഞാനൊരു നിക്കറിട്ട് സ്വന്തമായിട്ടാണ് സെമേരി ചേർന്നത്. ആരുമില്ലായിരുന്നു. എനിക്കറിയാവുന്ന ഒരു കർത്താവിൻ്റെ മാലാഖ ഉണ്ടായിരുന്നു. ആകപ്പാടെ കൊന്ത പോലും അറിയാൻ പാടില്ല. കർത്താവിൻ്റെ മാലാഖ എൻ്റെ അപ്പം പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ. ഞാൻ എവിടെ പോയാലും കർത്താവിൻ്റെ മാലാഖ ചൊല്ലിക്കൊണ്ടേ പോകത്തുള്ളൂ. പക്ഷെ അത് ഇത്രയും വലിയ പ്രാർത്ഥനയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി. രക്ഷാകര സംഭവങ്ങൾ മനുഷ്യൻ മുട്ടയിൽ നിന്ന് മൊത്തം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന കർത്താവിൻ്റെ മാലാഖയാണ്. എന്താണ്? ആ കർത്താവിൻ്റെ മാലാഖ തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയണത്. എന്താണ്? കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. അപ്പം മരിച്ചത് ഒരു നെഗറ്റീവ് കാര്യമാണല്ലേ, അപ്പം മരിച്ചത്. പിന്നെ എന്താണ് അതിലൂടെ ഉണ്ടായ ഇമ്പാക്റ്റ്? എന്താ എൻ്റെ അപ്പൻ്റെ മരണത്തിലൂടെ ഉണ്ടായ ഇമ്പാക്റ്റ് എന്താണ്? എൻ്റെ കോൺഫിഡൻസ് തകർന്നു പോയി. നിൻ്റെ അപ്പൻ മരിച്ചാലും നിൻ്റെ കോൺഫിഡൻസ് തകർന്നാലും തകരാത്തൊരു ആളാണ് ക്രിസ്തു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ സെമിനാരി തന്നെത്താൻ വന്ന് ചേർന്നത്. അത് കാരണം എനിക്ക് എപ്പോഴും പേടിയുണ്ടാവും. എന്താ കാര്യം? നമ്മൾക്ക് സപ്പോർട്ടീവായിട്ട് വീട്ടിലാരുമില്ല, ഗൈഡ് ചെയ്യാൻ പറ്റിയ ആളില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മുടെ സ്വകാര്യതയില്ലേ, സ്വകാര്യതയ്ക്കൊരു സെക്യൂരിറ്റി ഇല്ല. നിൻ്റെ സ്വകാര്യതയ്ക്ക് സെക്യൂരിറ്റി ഇല്ലാത്തൊരു കാലമുണ്ടാവും. നിൻ്റെ സ്വകാര്യമായ എല്ലാ മനുഷ്യരും ജീവിക്കണത് എങ്ങനെയാണ്? അവൻ്റെ സ്വകാര്യ ലൈഫിനൊരു സുരക്ഷിതത്വം വ്യക്തികളായിട്ടോ സ്ഥാപനമോ സംവിധാനമോ കൊടുക്കുന്നുണ്ടാവും. ഇതില്ലാതിരുന്ന കാരണം എനിക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി, എൻ്റെ സ്വകാര്യ സെക്യൂരിറ്റി എൻ്റെ വിശ്വാസം മാത്രമാണ്. എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് തന്ന വിശ്വാസം. ഞാൻ എപ്പോഴും സഭയുടെ പഠനം കൊണ്ട് ഫൈറ്റിങ്ങുള്ള ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബമാണ് സഭ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം കുടുംബത്തിൽ നിന്ന് കിട്ടാത്ത ഒന്നും ഇന്നും എൻ്റെ ജീവിതത്തിലില്ല. സെമിനാരി വന്നപ്പോൾ കിട്ടിയതെന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ആശയങ്ങളെ കുറച്ചുകൂടി റീസണബിളാക്കാൻ വേണ്ടി അവർ കുറച്ച് ബുദ്ധിമുട്ടിയെന്നും സത്യമാണ്. പക്ഷേ ഞാൻ അനുഭവത്തിൽ വിശ്വസിച്ച് വന്നത്, എൻ്റെ അപ്പം 12 മണി പട്ടാപ്പകലൊക്കെ ഈ വീട്ടിലെ പറമ്പിലൊക്കെ ജോലി ചെയ്തും വന്നിട്ട് അപ്പം കണ്ണീരിട്ട് 12 തിരികെ കത്തിച്ച് അപ്പം കൈവിരിച്ചൊക്കെ ഈശോയുടെ മുമ്പിൽ നിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അപ്പം തന്നെയാണ് ബൈബിള്, അപ്പം തന്നെയാണ് വേദപാഠപുസ്തകം. അപ്പനെയും അമ്മയേക്കാൾ വലിയ മതപുസ്തകങ്ങളില്ല. അതുകൊണ്ട് അപ്പനും അമ്മയും എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങളാണ് ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകം. ശ്രദ്ധിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ കുഞ്ഞിനെന്തോ ചെവി കേൾക്കാൻ പാടില്ല. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് അമ്മ പറഞ്ഞത്, ചെവി മൊത്തമല്ല, അല്പം കേൾക്കാൻ പാടില്ല. പക്ഷേ അമ്മ എന്നോട് പറഞ്ഞത്, കുഞ്ഞിന് ഭയങ്കര പേടിയാണ് അച്ഛാ, ഇരുട്ടിനെ പേടി, സ്വരത്തിൽ സംസാരിച്ച പേടി, അതാണ് ചീട്ടൽ എഴുതി വച്ചിരിക്കണത്.
അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥന ഇടയ്ക്ക് നിർത്തി. ഞാൻ പറഞ്ഞു, തള്ളേ, അത് നിങ്ങളുടെ നിലവിളി നിർത്ത്. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ഒരു അമ്മയാകാനുള്ള യാതൊരു യോഗ്യതയുമില്ല. കാര്യം ഞാൻ ഓൺ ദി സ്പോട്ടിലേ പറയത്തില്ല ആൾക്കാരോട്, പിന്നെ വെച്ചിട്ട് പറയാൻ നമുക്ക് ആളെ കിട്ടത്തില്ലല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പ്രസവിക്കാനോ ഒരു കുഞ്ഞിനെ വളർത്താനോ ഒരു യോഗ്യതയുമില്ല. എന്താ കാര്യം? ഇവർ എന്തെങ്കിലും നിസ്സാര കാര്യമാകുമ്പോൾ തന്നെ ആനമൂത്രം പോലെ ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങും. ഈ പെറ്റ കുഞ്ഞ് ആ കുഞ്ഞുനാൾ മുതൽ ഇവരുടെ കണ്ണും കരച്ചിലും കണ്ട് ആ കൊച്ചിൻ്റെ ആത്മവിശ്വാസം തകർന്നു പോയി. കുഞ്ഞിന് പേടിയായി. ഇനി ഇവർ വേണമെങ്കിൽ പേടിപ്പിക്കുകയും ചെയ്യും. പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യത്തില്ല. മാക്കാൻ പഞ്ഞു കൊക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിക്കത്തില്ല. എന്തെങ്കിലും ചോർത്തിരിക്കാനാണെങ്കിലും മുല കൊടുക്കാനാണെങ്കിലും കുടിക്കുക നമ്മൾ പേടിപ്പിക്കും. കുഞ്ഞുങ്ങളുടെ പേടിയെല്ലാം നിങ്ങൾ അമ്മമാരായിട്ട് പകർന്നിട്ടാണ്. പക്ഷെ ചില അമ്മമാരുണ്ട് നല്ല ചങ്കൂറ്റം പോലെ നിൽക്കും. കൊച്ചു താഴെ വീണാൽ പോലും ആ തരതാഴുതുമെന്നുള്ളതാണ്. കൊച്ചുങ്ങളെ ആ വീഴും, അതൊക്കെ തരതാഴുതുമെന്നുള്ളത്. നമ്മൾ ചെന്നാൽ മാത്രമേ നിലവിളിക്കത്തില്ല, അല്ലെങ്കിൽ ആ കൊച്ചു തരതാഴുന്നിട്ട് വരുവേ. നമ്മൾ എൻ്റെ അമ്മ മകളെ എന്ന് പറഞ്ഞാൽ ഓടി ചെല്ലുമ്പോഴത്തേനും കൊച്ചു കയറാൻ തുടങ്ങും. നമ്മൾ ചെല്ലാനുണ്ടെങ്കിൽ കയറാൻ തുടങ്ങും കൊച്ചിനെ. കാരണം സ്വരം കൂടും. നമ്മൾ മൈൻഡ് ചെയ്യില്ല. ആരും അമ്മ നിങ്ങൾക്കറിയാമോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു നോക്കിയിട്ട് അങ്ങോട്ടും കൊച്ചു അമ്മനെ കണ്ടില്ലെങ്കിൽ തന്നെത്താഴെ എന്നിട്ട് ഒരു സംഭവം. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തണമൊന്നും ചെയ്യരുത്, മാനുഷികമായ ഭാഷയെ പറഞ്ഞാൽ. പക്ഷെ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകുമ്പോൾ നമ്മുടെ ഈ മാനുഷികാവകാശം ചില സമയത്ത് ഡാമേജ് ചെയ്യും. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി മാനുഷികമായ ഒരു അഹങ്കാരത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. താമറിനായാലും റൂത്തിനായാലും ഒക്കെ ഈ മനുഷ്യാത്മാവും ലോകാത്മാവിൽ കൂടുതലാണ്. അതുകൊണ്ട് മറിയത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ മറിയം ആണ് ഒത്ത ആളായിട്ട് ദൈവത്തിന് കിട്ടിയത്. മറിയം ചില്ലറപ്പുള്ളിയല്ലേ. മറിയം എന്തെങ്കിലും പറഞ്ഞാൽ സമയമായെന്ന് മറിയം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കർത്താവും പറയണത്? സമയമായെന്ന് അമ്മ പറഞ്ഞാൽ സമയമായി എന്ന് പറഞ്ഞാൽ എന്താ? മറിയത്തിനെ വിട്ടങ്ങനെ ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ല. എത്ര 4000 കൊല്ലത്തെ സ്ത്രീകളെ മുഴുവനും ഇൻ്റർവ്യൂ ചെയ്ത് മാറ്റിയിട്ടല്ലേ ഈ ആളെടുത്തിരിക്കണത്. അപ്പോൾ ആൾ ചില്ലറപ്പുള്ളിയൊന്നും അല്ലല്ലോ. അതാണ് വിഷയം. ആളെ മനസ്സിലാക്കണം നമ്മൾ ആദ്യം. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അമ്മ പറഞ്ഞു, അപ്പാ പറഞ്ഞതെനിക്ക് മനസ്സിലായി, ഇത് നല്ല റിസ്ക്കുള്ള പരിപാടിയാണ്, ഇത് 10-33 കൊല്ലത്തെ പദ്ധതിയാണ്, ഇത് ചോരയും കണ്ണീരും മാത്രമേ ഈ പദ്ധതിയിലുള്ളേ, ഞാൻ കുരിശിന് ചൂണ്ടി വരെ നിൽക്കണമെന്നൊക്കെ എല്ലാം. കാരണം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോഴേ ടോപ്പ് വെളിപാട് നടക്കുമ്പോൾ അമ്മ ഉടനെ അതിനെക്കുറിച്ച് സംസാരിക്കത്തില്ല. കാര്യം സംസാരിച്ചുകൊണ്ട് കാര്യമില്ലാത്ത വിഷയമാണ്. അതെന്ത് ചെയ്യും? അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കും. കുരിശിൻ്റെ അംശമുള്ള നമ്മുടെ പെസഹാപ്പത്തിലൊക്കെ കുരിശ് വെച്ച് വരത്തില്ലേ? അപ്പോൾ കുരിശ് വെച്ച് വരുന്ന അനുഭവങ്ങളുണ്ട്. അതിൽ തന്നെ കുരിശ് വെച്ച് വരുന്ന അനുഭവങ്ങളുണ്ട്. കുരിശ് വെച്ച് വരുന്ന അനുഭവങ്ങൾ അമ്മ കഴിച്ചാൽ പിന്നെ മിണ്ടത്തില്ല. അമ്മ മിണ്ടാണ്ടിരിക്കും. എന്താ കാര്യം? ഇത് കാൽവരി വരെ പോകുന്ന ഒരു പദ്ധതിയാണിത്. ചെറിയ യാത്രയല്ല. ഇതിപ്പോൾ ടൈമിൽ ചെയ്ത് തീർക്കാനുള്ളതല്ല. അതുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതേക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഈ ധ്യാനം ആദ്യം തുടങ്ങിയ മംഗളവാർത്ത സമയത്തിലാണ്. മംഗളവാർത്തയിൽ പെട്ടെന്ന് അമ്മ പറഞ്ഞു, അപ്പാ പറഞ്ഞ എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പരിശുദ്ധാത്മാവിനോട് പറയണ്ടേ, എനിക്കിതിനകത്ത് ഒന്നേ പറയുന്നുള്ളൂ, ഇനി എന്തെല്ലാമൊക്കെ കാഷ്വാലിറ്റി ഉണ്ടായാലും ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്, ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെന്ത് ചെയ്യണം? നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോഴേ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അമ്മയാണെന്ന് ലോകത്തോട് പറയണത്. എന്താണ് കാര്യം? മറിയം ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ചു, രാജകീയമായിട്ടുള്ള കുടുംബ പാരമ്പര്യമുണ്ട്, തറവാട്ട മഹിമയുണ്ട്. മറിയം ആസാനൊന്നും പറയണില്ല. ബൈബിളാണ് ലൂക്കായും മത്തായും ഒക്കെ മറിയത്തിൻ്റെ രാജകീയമായിട്ടുള്ള പാരമ്പര്യമൊക്കെ പറയണത്, തറവാട്ട മഹിമ പറയണത്. അമ്മ പറഞ്ഞ് ഈ തറവാട്ട മഹിമ പുസ്തകത്തിലെ പുലി പോലെ, പുസ്തകത്തിലെ പശു പോലെയാണ്, ഇതൊന്നും പുല്ല് തിന്നത്തില്ല. നമുക്കറിയാം നിൻ്റെ മഹിമകളൊന്നും പുല്ല് തിന്നത്തില്ല. അതുകൊണ്ട് അമ്മ എന്ത് പറയും? ആ സംഭവമൊക്കെ ഞാൻ ഇവിടുന്ന് മാറ്റണത്. എനിക്കെന്തേ പറയാനുള്ളൂ, ഇതാ കർത്താവിൻ്റെ ദാസി. നിങ്ങൾ പരാജയപ്പെടുമ്പോഴും തോക്കുമ്പോഴും അമ്മയോട് ചേർന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോഴെന്ത് പറയും? അപ്പം നീ ക്രിസ്തുവിനെ നീ സ്വീകരിച്ചിരിക്കും. കയ്യടിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ.
ഡോക്ടർ അള്ളിൻ ആ സാക്ഷ്യത്തിലെ കൂടെ പറയുന്നൊരു കാര്യമുണ്ട്. അതെന്ന് എല്ലാം പറഞ്ഞു തീർന്നിട്ട് ഞാൻ സാക്ഷ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഈശോ തരണമനുസരിച്ചിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇവർ അവസാനം പറയുന്ന ഭാഗമാണ് ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നത്. ഇവർ പറയണത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ പറയും, നിങ്ങൾക്ക് ഇതൊരു സാക്ഷ്യമാകാം, പക്ഷേ എനിക്കിതൊരു ജീവിതമാണ്. എന്ത് രസം കേൾക്കാൻ. അപ്പോൾ എന്ത് ചിന്തിച്ചാണ് അവർ പറയണത്? നിങ്ങൾക്ക് പലരും പറയണ പോലെ ഇതൊരു സാക്ഷ്യമായിട്ട് വരും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവിതമാണ്. ഞാൻ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ദൈവം എന്നെ വ്യത്യസ്തങ്ങളായ ട്രീറ്റ്മെൻറ്റിലൂടെ കടത്തിക്കൊണ്ട് പോകുന്ന എൻ്റെ ജീവിതമാണിത്. കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരു വ്യക്തിക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഭൗതികമായ സാഹചര്യം ഉണ്ടെന്ന് കണ്ടാൽ അത് ചില പറയല്ലോ, ഈ പ്രാർത്ഥിച്ചാൽ പിന്നെയും പ്രശ്നം കൂടിയേ ഉള്ളെന്ന് ചില ആൾക്കാർ പറയും. ചില വിഡ്ഢികൾ പറയത്തില്ലേ, ഇനി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കൂടുകയാണല്ല ആൾക്കാർ പറയണത്. ചിലർക്കത് ശരിയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ നേടാനുള്ള ഒരു കൂടുതൽ ഒരു ചാൻസ്, ഒരു പരുവപ്പെടൽ ഉണ്ടെങ്കിൽ, ഒരു 30 മേനി വിളയുമെങ്കിൽ ക്രിസ്തു നോക്കും അത് 60 മേനിയാക്കാൻ പറ്റുമോ എന്ന് നോക്കും. 60 മേനി കൃപ വിളയണ ആളാണെങ്കിൽ ക്രിസ്തു പറയും 100-ന് ചാൻസുള്ള ആളാണ്, വെയിറ്റ് ചെയ്യാൻ പറയാം. അപ്പം നമുക്ക് കിട്ടുന്ന അനുഭവം എന്താ? നെഗറ്റീവ് അനുഭവങ്ങളാണ്. നമ്മളപ്പോൾ എന്ത് ബുദ്ധിയില്ലാത്തത് പറയും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, ഉപവസിച്ച് രോഗികളെ കണ്ട് അവരെ പരിചയിച്ചിട്ട് അവസാനം ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്കാണല്ല നേട്ടങ്ങളും സാക്ഷ്യങ്ങളും. എന്നെയൊക്കെ സംബന്ധിച്ച് അത്തരം വളർച്ച എനിക്കില്ലല്ല എന്ന് പറയും. ശരിയാണത്, ശരി തെറ്റില്ല അതിനകത്ത്. പക്ഷേ എന്താ പ്രശ്നം? നീ 60 മേനിക്ക് ആയുസില്ലേ, അപ്പം നീ തൃപ്തിയല്ലേ? ക്രിസ്തു നിൻ്റെ കാര്യത്തിൽ തൃപ്തിയില്ലാത്ത ആളാണ്. ക്രിസ്തു പറയും 100 മേനിക്ക് ചാൻസുള്ള ആളാണ്, റാങ്ക് കിട്ടാൻ ചാൻസുള്ള കുട്ടിയാണ്, ഉഴപ്പിയിട്ടാണെന്ന് പറയും. അപ്പോൾ ടീച്ചർമാർ പറയത്തില്ലേ മോഡൽ എക്സാം കഴിയുമ്പോൾ പറയുന്നതേ റാങ്ക് കിട്ടാൻ ചാൻസുള്ള ആളാണ് കേട്ടോ, ഉഴപ്പരുതേ, സ്കൂളിൻ്റെ പേര് കളയരുതേ എന്ന് പറയും. ടീച്ചർമാർ പറയും. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവരുടെ അധ്വാനമല്ലേ. അവരുടെ സ്കൂളിന് പേരുണ്ടെങ്കിൽ മാത്രമേ ആ സ്കൂളിലേക്ക് പിള്ളേരെ വിടത്തുള്ളൂ മാതാപിതാക്കന്മാർക്ക്. അവിടെ ജീവൽ പ്രശ്നമാണ്. അവിടെ മാത്രമല്ല, അവിടെ സ്ഥാപനത്തിന് ജീവൽ പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെയും അത് പഠിക്കുന്ന പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ എല്ലാവരുടെയും ഭാവിയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ നിലവാരത്തിൽ നിലർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് അതുപോലെ തന്നെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിനക്ക് സാധാരണ ലേഡീസിനോട് സാധാരണ പുരുഷന്മാരോട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നെഗറ്റീവായിട്ട് നീതിയില്ലാതെ ദൈവം നിന്നോട് ചെയ്തെന്ന് വിചാരിച്ചോ? നീതിയില്ലാതെ ദൈവം നിന്നോട് ചെയ്തെന്ന് വിചാരിച്ചോ? എന്നിട്ടും നീ ഒരു വാക്കും മിണ്ടണില്ല. അത് ദൈവമല്ലേ, ദൈവത്തിന് ഇഷ്ടംപോലെ ചെയ്യത്തില്ല, ദൈവം കൈവിട്ട് കളയത്തില്ല, അതൊക്കെ ദൈവമല്ലേ. ഞാനെന്തിനാ അതൊക്കെ പറയണത്? കർത്താവിന് ഇഷ്ടമുള്ള അപ്പോഴേ ദൈവത്തിന് മനസ്സിലാവും ഇത് 30 മേനിയാണല്ലോ ഈ സംഭവം, ഇതിനെ 60 മേനിയാക്കാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് പറയും. കാര്യം ഭൗതിക വിഷയങ്ങൾ വെച്ചുകൊണ്ട് ദൈവത്തെ അളക്കാതിരിക്കുകയും പരാജയങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് അപ്പോഴും വിശ്വാസത്തെ മുൻതൂക്കം കൊടുക്കുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോൾ അവർക്ക് പിന്നെയും ക്ലേശങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. എനിക്ക് ഈ ശരീരത്തിൽ 4-5 രോഗങ്ങളുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കപ്പെടുന്നത്? നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച അപ്പം തന്നെ അമ്മ 2 പഞ്ഞെടുത്ത് അമ്മ 2 ചെവിയിലും വെച്ചോണ്ടിരിക്കും. എല്ലാം പറഞ്ഞാ എന്ന് ചോദിക്കും, മിണ്ടത്തില്ല. ഞാൻ ഈ അഭ്യാസം എനിക്ക് നേരത്തെ അറിയാവുന്ന കാരണം ഞാൻ അങ്ങനെ പറയാറുമില്ല. ഞാൻ ശുശ്രൂഷ മര്യാദ കൊണ്ടുപോകാനുള്ള ശക്തി തന്നാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയും. കാര്യം എന്താ? ആളെ ഞാൻ നേരെ കണ്ടതാണ്, എനിക്കറിയാം ഈ ജീവിതം പുച്ചുക്കും ചൂണ്ടാൻ പോവാണെന്ന്. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലോം നിസ്സാരമാണ്. കൈയടിച്ച് ചോദിക്കട്ടെ. റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ബൈബിൾ ഈ തുലനം ചെയ്യുന്നതിന് കമ്പാരിറ്റീവ് നടത്തുന്നത്, ഈ താരതമ്യം ചെയ്യുന്നതിന് ബൈബിൾ എതിരാണ്, വിഡ്ഢികളാണെന്നാണ് പറയണത്. താരതമ്യം ചെയ്യാൻ ആൾക്കാർ ഭൗതികമായ വിഷയങ്ങളെ മാനദണ്ഡങ്ങളെ വെച്ച് താരതമ്യം ചെയ്യരുത്.
2 Corinthians 10:12. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ, ഏറ്റു പറഞ്ഞ ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. അപ്പൊ പരസ്പരം അളക്കുകയും തുലനം ചെയ്യുകയും ചെയ്യുന്നവരെ. അപ്പോൾ ഈ തുലനം ചെയ്യുന്നതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ പറയത്തില്ലേ, ഞാനോ വലുത് നീയോ വലുത്. അതുപോലെ തന്നെ വീടുകൾ തമ്മിൽ തുലനം ചെയ്യും, കാറുകൾ തമ്മിൽ തുലനം ചെയ്യും. നിങ്ങൾ ഉടമ്പടി എടുക്കുകയും ജഡിക മനുഷ്യരായി തുടരുകയും ചെയ്യും. അതുകൊണ്ടാണ് ക്രിസ്തുവിന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്നത്. കാര്യം എന്താണ്? പരസ്പരം ജഡിക മനുഷ്യരാണോ അല്ലയോ എന്നറിയണമെങ്കിൽ നിങ്ങളെ ശരിക്കും പേരുകെട്ട വായി നോക്കികളായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വായി നോക്കികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണിൻ്റെ പിടിൻ്റെ മുഖത്ത് നോക്കണമല്ല. പുറത്തിറങ്ങിയ നിങ്ങളുടെ അടുത്തുള്ള വീടൊക്കെ എത്ര നിലയുണ്ട്, അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ എത്ര മുറിയുണ്ട്, അവിടെ കാർ ഏത് കമ്പനിയാണ് എന്നൊക്കെ നോക്കണം. അതാണ് വായി നോട്ടം എന്ന് പറയുന്നത്. ഇനി വായി നാറ്റം എന്നും പ്രധാനമുണ്ട്. പല്ല് തേക്കാതെ നടക്കണ വായിക്കല്ല. എന്ത് പറഞ്ഞാലും ആൾക്കാരുടെ കുറ്റം പറയണ വായി നാറ്റം എന്ന് പറയണ. ഈ ഉടമ്പടി എടുത്തിട്ട് വായി നോട്ടവും വായി നാറ്റവും ഉണ്ടെങ്കിൽ കുറച്ച് താമസിക്കും ഈ ഉടമ്പടി റൈപ്പായി എടുക്കാൻ. കാര്യം നിങ്ങൾ ജഡിക മനുഷ്യരാണെന്ന് ദൈവം പറയും. കാര്യം നിങ്ങൾ തുലനം ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ കെട്ടിയെടുത്ത് കാനഡയിൽ പോകാൻ പോണത് ആൻറ്റിയുടെ മക്കൾ പോയത് കൊണ്ടല്ലേ. അവർ മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഉദ്യോഗസ്ഥം മേടിച്ചെങ്കിൽ അവർ നിങ്ങൾ പോകത്തില്ല. അവർ 10 പുത്തം കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവരെയും നിങ്ങളുടെ കയ്യിൽ അഭ്യാസം കാണിക്കും. വലിയ ആവശ്യമില്ലെങ്കിലും വലിയ വീടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ പിന്നെ നാട്ടുകാർ നോക്കുമ്പോൾ നിങ്ങളുടെ വീടാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ കയറി ഞങ്ങളെ നിങ്ങളുടെ വീടാണെന്ന് വിചാരിച്ച് അവിടെ പോയെന്ന് പറയും. വല്ല കാര്യമുണ്ടാ? പിന്നെ നിങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് അവിടെ തന്തക്ക് വിളിക്കും. അപ്പോൾ ഉടമ്പടി പഴയ മനുഷ്യരായിട്ട് തുടരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഉടമ്പടി പുതുക്കുന്നതിൻ്റെ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ആ പേപ്പർ കൊണ്ടൊന്ന് ടിക്ക് ചെയ്യുന്നതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ ജഡിക മനുഷ്യരിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന, സർവോപരി ഒന്നാമതായി ക്രിസ്തുവിനെ നേടുന്ന, ക്രിസ്തുവിനെ നേടാൻ വേണ്ടി എല്ലാം കുപ്പയെ കരുതുന്ന ആത്മീയ മനുഷ്യരാണെങ്കിലേ നിങ്ങൾക്ക് തുലനം ചെയ്യാൻ വേണ്ടി ദൈവം തന്നിരിക്കണ എന്താണ്? നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ, തുലനം ചെയ്യുമ്പോഴേ. അതാ റോമർ 8:18 എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് തുലനം ചെയ്യുമ്പോൾ അവിടെയാണ് തുലനം വരണത്. എന്തെങ്കിലും തുലനം ചെയ്യണമെങ്കിൽ വീട്, ജോലി, കാറ്, ആരോഗ്യം, സൗന്ദര്യം ഇങ്ങനെ അഴിഞ്ഞു പോണ കാര്യങ്ങളൊന്നുമല്ല തുലനം ചെയ്യേണ്ടത്. നിങ്ങൾ അങ്ങനെ തുലനം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിങ്ങൾ ജഡികരെന്ന് പറയും. ജഡാത്മാവിനെ, ഇപ്പം ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവർ റോമ 8:14 അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ലോകാത്മാവിനെ നയിക്കപ്പെടുന്നവർ ലോകത്തിൻ്റെ സന്തതികളാണ്. ലോകത്തിൻ്റെ സന്തതികളാണെങ്കിൽ കവനൻ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും, അതായത് ലോകത്തിനും ഈ ലോകാരുവി മൂക്കണാണ് ദുഷ്ടാരുവി എന്ന് പറയണത്. നിനക്കറിയാലോ, ഒരിക്കലും ഡയറക്റ്റായിട്ട് ദുഷ്ടാരുവി നമ്മളിലേക്ക് വരത്തില്ല. കാര്യം നമുക്ക് ജ്ഞാനസ്ഥാനം, കുംഭസാരം, കുർബാനം, കൂദാശ ജീവിതമൊക്കെ ഉള്ളതാണല്ലോ. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ദുഷ്ടാരുവി കയറി പിടിക്കത്തില്ല. പക്ഷേ ദുഷ്ടാരുവി അവിടെ ഒരു തന്ത്രം കാണിക്കുകയാണ് ചെയ്യണത്. എന്താ വെച്ചാൽ ലോകാരുവിയെ കൊണ്ടുവന്ന് ആദ്യം പോസ്റ്റ് ഇടും. അവനെ പോസ്റ്റ് ഇടുന്നത് എന്താണ്? ലോകാരുവിയെ കൊണ്ടുവന്ന് പോസ്റ്റ് ഇടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാർ ഒരു ഇന്ന കോളേജിൽ പഠിച്ചു, എന്നിട്ട് അവൾ ഇവിടെ കുറേ കല്യാണം അവൾക്ക് വന്നതാണ്, ആ കല്യാണം ഒന്നും എടുത്തില്ല, എന്നിട്ട് അമേരിക്കൻ PR ഉള്ള ആളെ മാത്രമേ അവളെ കെട്ടിയുള്ളൂ. അത് കാരണം അവളും കൂട്ടുകാരെയും കൂടി ഫേസ്ബുക്കിൽ, വാട്സപ്പിലുമൊക്കെ അവർ രണ്ടും കൂടി അവിടെ ഇവിടെയൊക്കെ കറങ്ങണ ഫോട്ടോ ഇടുമ്പോൾ നീ ഓർക്കും, ദൈവമേ. ചില പറയും, അതിന് അവൾ പറയും, എടി പ്രസവിക്കണമെങ്കിൽ ഇവിടെ വന്ന് പ്രസവിക്കണം. എടി അയ്യോ ആണ്, അവിടെയാണ് പ്രസവിക്കേണ്ടത്. ഇത്തിരി നാൾ ഇവിടെ പ്രസവിക്കാൻ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പം കൂട്ടുകാരത്തി പറഞ്ഞാൽ അവിടെ പോയി പ്രസവിക്കണം. അപ്പം അവിടെ വന്ന് പ്രസവിച്ചാൽ എന്താ കുഴപ്പം? അല്ല, അവിടെ വന്ന് പ്രസവിച്ചാൽ ഇവിടുത്തെ പിന്നെ മൊത്തം ആനുകൂല്യം കിട്ടും. ദൈവമേ, നമ്മുടെ കയ്യിൽ നിന്ന് കാഴ്ച പോകല്ലേ ഇവിടെ പ്രസവിച്ചാൽ. അപ്പോൾ പിന്നെ ഐഡിയ മാറി. ഇവിടെ പ്രസവിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവില്ല. കാര്യം ഇപ്പം നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടി നമുക്ക് ഈ മെഡിക്കൽ കോളേജിൽ പോയി പ്രസവിക്കാൻ പറ്റുമോ? പ്രസവിക്കാൻ കൊച്ചൊക്കെ പുറത്ത് വരുവേ. അതല്ല പ്രശ്നം. ഇവിടുത്തെ ബന്ധുക്കാർ കാണാൻ പറ്റത്തില്ല, അതല്ലേ പ്രശ്നം. അതുകൊണ്ട് നമ്മളെത്ത് മെച്ചമായ ഹോസ്പിറ്റലിൽ പോയിട്ട് ആദ്യം മുറി ബുക്ക് ചെയ്യും.
മുറി ബുക്ക് ചെയ്ത് എന്താ കാര്യം? എന്താ, ബന്ധുക്കൾക്ക് വരണ്ടേ, കൊച്ചിനെ കാണണ്ടേ, അവരുടെ സ്റ്റാറ്റസിനെ പറ്റിയ മുറി. അപ്പം നമ്മൾ ഓപ്പറേഷൻ എല്ലാം ഈ പ്രസവം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരെല്ലാവരും അവരുടെ സ്റ്റാറ്റസൊക്കെ തൃപ്തിപ്പെടുത്തി വീട്ടിൽ വരുമ്പോൾ നമ്മുടെ കിഡ്നി കൊണ്ട് ആശുപത്രിക്കാർ പോകും. അതില്ല, അവരടിച്ച് മാറ്റി, കരുത്തേക്ക് കാശാകത്തില്ലേ. ഒരു ദിവസം 16 രൂപയൊക്കെ 4000, 3000, 5 രൂപയൊക്കെ മുറുക്കി ചാർജ് വരികയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു അഭ്യാസമുണ്ട്. ഈ അഭ്യാസത്തിൻ്റെ കൂടെ നിന്ന് കഴിയുമ്പോൾ, കുറേ നാൾ നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും നമ്മളത്ര കുറഞ്ഞ പുള്ളിയൊന്നും അല്ലെന്ന് ഓർക്കും. നമ്മളത്ര കുറഞ്ഞ പുള്ളിയല്ല. ഇതാണ് ലോകാരൂപി എന്ന് പറയണത്. ഈ ലോകാരൂപിയായിട്ടാണ് ആദ്യം വരണത്. ഇവൻ തലേ തുണിയിട്ടുണ്ട്, പാത്ത് കുടയും പിടിച്ചൊക്കെ വരും. അകത്ത് കയറി കഴിഞ്ഞിട്ട് കുടയും തുണിയും മാറ്റി നമ്മൾ മാതാവ് പിശാചാണല്ലോ ഇരിക്കണതെന്ന് അപ്പോഴും നമ്മൾ അറിയത്തുള്ളൂ. ഇപ്പം വരുമ്പോൾ അറിയത്തില്ല, ലോകാരൂപിയായിട്ടേ വരത്തുള്ളൂ. പക്ഷേ ഇവൻ അവിടെ ഇരുന്ന് മൂത്ത് ദുഷ്ടാരൂപിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ദുഷ്ടാരൂപിയായി കഴിഞ്ഞാൽ പിന്നെ ആര് നന്നാകുമ്പോഴും നമുക്ക് നെഞ്ചുവേദന ഉണ്ടാകും. അവിടെ പ്രശ്നം. അവർക്ക് ശമ്പളം പെൻഷൻ കിട്ടിയില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അയ്യോ പിശാചിന് പെൻഷൻ കിട്ടാതിരുന്ന ഭാഗം. ഇപ്പോൾ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നിറങ്ങും. അപ്പോൾ തള്ളക്ക് പെൻഷൻ കിട്ടില്ലെങ്കിൽ പോലും അമ്മയും മകനുമൊക്കെ സന്തോഷമാണ്. ഒരു സന്തോഷ വാർത്ത എന്താണ്? അമ്മയുടെ പെൻഷൻ കിട്ടിയില്ലെന്ന്. അതല്ലേ എന്താ, പണ്ട് പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ പെമ്മക്കൾ മേടിക്കാൻ വേണ്ടി വരും. പിന്നെ ഈ പെമ്മക്കളുടെ അമ്മയുടെയും 10 ക്ലാസ് ഞാൻ കാണണം. തള്ളക്ക് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അതേ സമയം ഞാൻ ഉടമ്പടി എടുത്തതാണ്. പക്ഷേ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അതൊരു കെറ്റിക്കാര്യമല്ലേ. പെൻഷൻ കിട്ടിയില്ലെങ്കിൽ നിൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കാശ് പോവും. പക്ഷേ എന്നാലും മരുമകൾ നാത്തം കെട്ടിയെടുത്ത് വീട്ടിൽ വരത്തില്ലല്ല. അവളുടെ അമ്മയുടെ കൂടി 10 ക്ലാസ് ഞാൻ കാണുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ പെൻഷൻ കിട്ടാത്തപ്പോൾ ഒരു സന്തോഷം. കിട്ടാത്ത നെഗറ്റീവ് കാര്യത്തിന് പോലും സന്തോഷം വരികയാണ്. ഇതിനാണ് ദുഷ്ടാരൂപി എന്ന് പറയുന്നത്. പിടികിട്ടിയാ? ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ല? കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഡോക്ടർ ആൾഡിൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ IELTS തോറ്റു. ഇവർ അത് കഴിഞ്ഞ് ആരോ പറഞ്ഞു OITക്ക് പോകാൻ. OIT നേഴ്സുമാർ പോണതാണ്, ഡോക്ടർമാർ പോണതല്ല ശരിക്കും പറഞ്ഞു. അപ്പം അവരവിടെ കുറഞ്ഞാലും ശരി, ഇത് കിട്ടിയാവുന്ന പോകാമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിന് പോയെങ്കിലും അതിനും തോറ്റു. ഒരു MBBSകാർ OITക്ക് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ച് നോക്കി. അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകും, എന്തുമാത്രം പ്രയാസം ഉണ്ടാകും. തോറ്റു. പക്ഷേ ആളിനൊരു ഗുണമുണ്ട്. എന്ത് തോറ്റെന്ന് പറഞ്ഞാലും ആധ്യാത്മികമായിട്ട് ഇവൾ തോക്കത്തില്ല. അവളും ഭർത്താവും കൂടി ഓൺലൈനിൽ ജപമാല ചെല്ലും. തോറ്റ ദിവസം ആയാലും ശരി സന്തോഷത്തോടെ ജപമാല ചെല്ലും. തോറ്റാലും നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഈ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്ന ആൾക്കാർക്ക് തോൽവിയില്ല. അവിടെയാണ് വിഷയം വരുന്നത്. ക്രിസ്തു കൂടെ ഇല്ലെങ്കിലാണ് ഇതെല്ലാം തോൽവിയായിട്ട് വരണത്. പിന്നെ നിരാശയായി ചിലപ്പോൾ കെട്ടിത്തൂങ്ങിയെന്ന് വരും. ക്രിസ്തു കൂടെ ഉള്ളത് കാരണം തോൽവിയില്ല. അവളെ ഇത് ചാച്ച ഞാൻ തോറ്റുകേടാ, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, പക്ഷെ എന്ത് ചെയ്യുമെന്ന് അമ്മക്കറിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 കൊന്തയില്ലും. കൊന്തയിൽ അങ്ങനെ കുറച്ച് നാളൊക്കെ ജീവിച്ചും പറഞ്ഞ് ചാച്ച ഞാൻ കയറി വരട്ടെ. എവിടെ? UK നമുക്ക് അവിടെ ഫ്ലാപ്പ് എഴുതാമല്ലോ. ഞാനവിടെ ഇവിടെ പോയിട്ട് IELTS കിട്ടാത്ത ആൾ അവിടെ പോയി എൻട്രൻസ് ടെസ്റ്റ് ഫ്ലാപ്പ് എഴുതാൻ പോയി. അവിടെ പോയി എഴുതി. UK പോയി ഫ്ലാപ്പ് എഴുതി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. എന്താണെന്ന് വെച്ചാൽ എല്ലാം അറിയാവുന്ന സംഭവം. അതായത് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ സംഭവവും, അതായത് 90 മാർക്കും കട്ടനയുടെ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. ബാക്കിയാണ് കുറച്ച് അംബിഗസ് ഉള്ളത്. അപ്പോൾ രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ ഇതായിരിക്കും ദൈവഹിതം എന്നൊക്കെ വിചാരിച്ച ആൾ സന്തോഷമായിട്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലാപ്പ് തോറ്റു. ഒന്ന് ചിന്തിച്ച് നോക്കിയോ, ഒരാളുടെ അനുഭവം. അതാണ് ആൾഡിൻ പറയണത്. നിങ്ങൾക്കിതൊരു സാക്ഷ്യമാണ്, എനിക്കിതൊരു ജീവിതമാണെന്ന്. അതാണ് കാരണം. ഫ്ലാപ്പ് തോറ്റു. ഇപ്പം ഞാനിവിടെ അത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഫ്ലാപ്പിന് ജയിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം അത്രയും സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഇവർക്ക്. എന്നിട്ട് ഇവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇവരെന്ന് വെച്ചാൽ ഇവർ ഫോണിലൂടെ കരയും. അമ്മയെടുത്ത് ഫോണെടുത്തിട്ട് സഹിക്കാൻ പറ്റാതെ കരയുമ്പോൾ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, മകളെ ജനിച്ച കാലം മുതൽ നിന്ന് വരെ നീ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ലെന്ന്. നീ ഇപ്പം കരഞ്ഞപ്പോൾ എന്തോ വലിയ സംഭവമായി പോയില്ല. അതാണ് അവൾ കരയണ ആളല്ല ശരിക്കും പറഞ്ഞാൽ, ഗഡ്സുള്ള ആളാണ്. അമ്മ പറയും ജനിച്ച കാലം മുതൽ ഇന്ന് വരെ നീ കരയണത് ഞാൻ കണ്ടിട്ടില്ല. നീ ഇപ്പം കരഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ തോന്നണമെന്ന്. കാര്യം ഇവരുടെ അമ്മയുടെ ആത്മവിശ്വാസം പോകും. അമ്മയുടെ ആത്മവിശ്വാസം പോയാലും
ഈ ക്രിസ്തു ഇവരിലുള്ള കാരണം ഇവളുടെ ആത്മവിശ്വാസം പോകത്തില്ല. ഇവൾ തിരിച്ച് UK നിന്ന് ഇന്ത്യയിൽ വരും, മദ്രാസിൽ വരും. മദ്രാസ് വന്നിട്ട് വീണ്ടും പരീക്ഷ. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ വീഴുമ്പോഴൊക്കെ എഴുന്നേക്കാൻ തോന്നിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീണിട്ടും എഴുന്നേറ്റ ക്രിസ്തു നിങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.